വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം. അബീമേലെക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ ഇസ്സാക്കർ വംശജനായ ദോദോയുടെ പുത്രൻ പൂവായുടെ മകൻ തോല ഉയർന്നു വന്നു. എഫ്രായിം മലനാട്ടിലെ ഷാമീറിലാണ് അവൻ വസിച്ചിരുന്നത്. ഇസ്രായേലിനെ 23 വർഷം അവൻ ന്യായം വിധിച്ചു. അവൻ മരിച്ച് ഷമീറിൽ അടക്കപ്പെട്ടു. അതിനുശേഷം ഗിലെയാദുകാരനായ ജായിർ ഉയർന്നു വന്നു. അവൻ ഇസ്രായേലിനെ 22 വർഷം ന്യായം വിധിച്ചു. അവന് 30 കഴുതപ്പുറത്ത് സവാരി ചെയ്തിരുന്ന 30 പുത്രന്മാരുണ്ടായിരുന്നു. അവർക്ക് 30 പട്ടണപ്രദേശങ്ങളും ഉണ്ടായിരുന്നു. ഗിലെയാദ് ദേശത്ത് അവയെ ഇന്നും ഷാവോത്ത് ജായിർ എന്ന് വിളിക്കുന്നു. ജായിർ മരിച്ച് കാമോനിൽ അടക്കപ്പെട്ടു. ഇസ്രായേലിയർ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്യുന്നത് ആവർത്തിച്ചു. അവർ ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സിറിയ, സീദോൻ, മൊവാബ്, അമോന്യ, ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു. കർത്താവിനെ അവർ പരിത്യജിച്ചു, അവിടുത്തെ സേവിച്ചതുമില്ല. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. കർത്താവ് അവരെ ഫിലിസ്ത്യരുടെ കയ്യിലേക്കും അമോന്യരുടെ കയ്യിലേക്കും വിറ്റു. ആ വർഷം മുതൽ 18 വർഷത്തേക്ക് ഇസ്രായേലിലെ ജോർദാൻ അക്കരെ ഗിലെയാദിലുള്ള അമോര്യരുടെ ദേശത്തെ ഇസ്രായേലിനെ മുഴുവൻ അവർ ഞെരുക്കുകയും തകർക്കുകയും ചെയ്തു. അമോന്യർ ജോർദാൻ കടന്ന് യൂദ, ബെഞ്ചമിൻ, എഫ്രായിം ഭവനം എന്നിവരോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ ഏറെ ക്ലേശിച്ചു. ഇസ്രായേലിയർ കർത്താവിനോട് ഇപ്രകാരം നിലവിളിച്ചു: ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിക്കുക വഴി ഞങ്ങൾ അങ്ങയ്ക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. കർത്താവ് ഇസ്രായേലിയരോട് ചോദിച്ചു: ഈജിപ്തുകാർ, അമോരികൾ, അമോന്യർ, ഫിലിസ്ത്യാക്കാർ എന്നിവരിൽ നിന്നും സീദോൻകാരും അമലേക്കും മാവോനും നിങ്ങളെ പീഡിപ്പിക്കുകയും നിങ്ങൾ എന്നോട് നിലവിളിക്കുകയും ചെയ്തപ്പോൾ അവരുടെ കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ? എന്നാൽ നിങ്ങളാകട്ടെ എന്നെ പരിത്യജിക്കുകയും മറ്റു ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. അതിനാൽ നിങ്ങളെ രക്ഷിക്കുന്നത് ഞാൻ തുടരുകയില്ല. നിങ്ങൾ പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ. നിങ്ങളുടെ കഷ്ടതയുടെ നേരത്ത് അവരല്ലേ നിങ്ങളെ രക്ഷിക്കുന്നത്. ഇസ്രായേലിയർ കർത്താവിനോട് പറഞ്ഞു: ഞങ്ങൾ പാപം ചെയ്തു പോയി. അങ്ങയുടെ ദൃഷ്ടികളിൽ ഉചിതമായതുപോലെയെല്ലാം ഞങ്ങളോട് ചെയ്തു കൊള്ളുക. ഇന്ന് ഞങ്ങളെ മോചിപ്പിക്കണമെന്ന് മാത്രം. അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചു. ഇസ്രായേലിന്റെ കഷ്ടപ്പാടിൽ അവിടുന്ന് അസ്വസ്ഥചിത്തനായി. അമോന്യർ വിളിച്ചുകൂട്ടപ്പെട്ടു. അവർ ഗിലെയാദിൽ പാളയമടിച്ചു. ഇസ്രായേലിയർ ഒന്നിച്ചുകൂടി മിസ്പായിലും പാളയമടിച്ചു. ഗിലെയാദ് നേതാക്കന്മാരായ ജനം പരസ്പരം പറഞ്ഞു: അമോന്യരോട് യുദ്ധം ആരംഭിക്കുന്നതാരോ അവനായിരിക്കും ഗിലെയാദ് വാസികൾക്കെല്ലാം തലവൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം. ഗിലെയാദുകാരനായ ജെഫ്ത ഒരു ധീരയോദ്ധാവായിരുന്നു. എന്നാൽ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദ് ജെഫ്തായ്ക്ക് ജന്മമേകി. ഗിലെയാദിന്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്നപ്പോൾ അവർ ജെഫ്തായെ പുറത്താക്കിയിട്ട് അവനോട് പറഞ്ഞു: ഞങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ നിനക്ക് അവകാശമുണ്ടായിരിക്കുകയില്ല, കാരണം നീ അന്യസ്ത്രീയുടെ മകനാണ്. അപ്പോൾ ജെഫ്ത തൻ്റെ സഹോദരന്മാരുടെ മുന്നിൽ നിന്ന് ഓടിപ്പോയി തോബ് ദേശത്ത് താമസമാക്കി. നീചരായ മനുഷ്യർ ജെഫ്തായോട് ചേരുകയും അവനോടുകൂടെ പുറത്തു പോകുകയും ചെയ്തിരുന്നു. കുറെ നാളുകൾക്കു ശേഷം അമോന്യർ ഇസ്രായേലുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. അമോന്യർ ഇസ്രായേലുമായി യുദ്ധം ചെയ്തപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായെ തോബ് ദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ചെന്നു. അവർ ജെഫ്തായോട് പറഞ്ഞു: അമോന്യരുമായി നമ്മൾ യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങൾക്ക് സേനാപതിയായാലും. അപ്പോൾ ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു: നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ദുരിതം വന്നപ്പോൾ എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നത്?
ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായോട് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ നിന്റെ അടുത്തേക്ക് തിരിയുന്നത് നീ ഞങ്ങളോടൊപ്പം വന്ന് അമ്മോന്യരുമായി യുദ്ധം ചെയ്യേണ്ടതിനും ഗിലെയാദ് വാസികളായ ഞങ്ങൾക്ക് മുഴുവൻ തലവനായിരിക്കേണ്ടതിനുമാണ്. ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അമ്മോന്യരുമായി യുദ്ധം ചെയ്യാൻ തിരികെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് തലവനായിരിക്കും. ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായോട് പറഞ്ഞു, നിന്റെ വാക്കനുസരിച്ച് തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കർത്താവായിരിക്കും നമുക്ക് മധ്യേ സാക്ഷി. ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയി. ജനം അവനെ തങ്ങളുടെ മേൽ തലവനും സേനാപതിയുമായി നിയമിച്ചു. മിസ്പായിൽ കർത്താവിന് മുമ്പാകെ ജെഫ്ത തൻ്റെ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചു. ജെഫ്ത അമ്മോന്യരുടെ രാജാവിൻ്റെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ച് ഇപ്രകാരം ചോദിച്ചു, നീ എനിക്കെതിരെ വന്ന് എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാനായി എനിക്കും നിനക്കും എന്ത്? അമ്മോന്യരുടെ രാജാവ് ജെഫ്തയുടെ ദൂതന്മാരോട് പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ കയറിപ്പോന്നപ്പോൾ അർണോൺ മുതൽ യാക്കോബ് വരെയും ജോർദാൻ വരെയും എൻ്റെ ദേശം പിടിച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് അവ ഇപ്പോൾ സമാധാനത്തോടെ നീ തിരിച്ചു തരിക. ജെഫ്ത വീണ്ടും ദൂതന്മാരെ അമ്മോന്യരുടെ രാജാവിൻ്റെ പക്കലേക്ക് അയച്ചു. അവൻ അയാളോട് പറഞ്ഞു, ജെഫ്ത ഇങ്ങനെ പറയുന്നു, മോവാബ് ദേശമോ അമ്മോന്യരുടെ നാടോ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടില്ല. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാർ കയറിപ്പോന്നപ്പോൾ അവർ മരുഭൂമിയിലൂടെ ചെങ്കടൽ വരെ കടന്ന് കാദേശിൽ വന്നെത്തി. അപ്പോൾ ഇസ്രായേൽ, ഞാൻ താങ്കളുടെ ദേശത്തിലൂടെ കടന്നു പോകട്ടെ എന്ന് ഏദോം രാജാവിനോട് പറയാൻ ദൂതന്മാരെ അയച്ചു. എന്നാൽ ഏദോം രാജാവ് കേട്ടില്ല. അവൻ മോവാബ് രാജാവിൻ്റെ പക്കലേക്കും ആളയച്ചു. അയാളും തയ്യാറായില്ല. അതിനാൽ ഇസ്രായേൽ കാദേശിൽ താമസമാക്കി. അവൻ മരുഭൂമിയിലൂടെ നടന്ന് ഏദോം ദേശവും മോവാബ് ദേശവും ചുറ്റി മോവാബ് ദേശത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് വന്ന് അർണോന്റെ മറുകരെ പാളയമടിച്ചു. എന്നാൽ അവർ മോവാബ് പ്രദേശത്ത് പ്രവേശിച്ചില്ല. കാരണം മോവാബിന്റെ അതിർത്തിയായിരുന്നു അർണോൺ. അമോരികളുടെ രാജാവായ സിഹോന്റെ, അതായത് ഹെഷ്ബോൺ രാജാവിന്റെ പക്കൽ ഇസ്രായേൽ ദൂതന്മാരെ അയച്ചു. ഇസ്രായേൽ അവനോട് പറഞ്ഞു, താങ്കളുടെ ദേശത്തു കൂടെ എൻ്റെ സ്ഥലം വരെ ഞങ്ങൾ കടന്നുപോയിക്കൊള്ളട്ടെ. എന്നാൽ തൻ്റെ അതിർത്തിക്കുള്ളിൽ കിടക്കുന്ന ഇസ്രായേലിനെ സീഹോന് വിശ്വാസത്തിലെടുക്കാനായില്ല. സീഹോൻ തൻ്റെ ജനത്തെയെല്ലാം സംഘടിപ്പിച്ചു. അവർ യാഹാസിൽ പാളയമടിക്കുകയും ഇസ്രായേലുമായി യുദ്ധം ചെയ്യുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവൻ്റെ ജനം മുഴുവനെയും ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ അവരെ തകർത്ത് ആ നാട്ടിൽ താമസിച്ചിരുന്ന അമോരികളുടെ ഭൂമിയെല്ലാം അവകാശമാക്കി. അർണോൺ മുതൽ യാക്കോബ് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോരികളുടെ പ്രദേശമെല്ലാം അവർ സ്വന്തമാക്കി. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമോരികളെ തുരുത്തിയിരിക്കെ നീ അതിനെ സ്വന്തമാക്കുന്നുവോ? നിന്റെ ദേവനായ കെമോഷ് നിനക്ക് അവകാശമാക്കി തരുന്നത് നീ സ്വന്തമാക്കുകയില്ലേ? ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ അവകാശമാക്കി തരുന്നത് ഞങ്ങളും സ്വന്തമാക്കണ്ടേ? അല്ലെങ്കിൽ മോവാബിലെ രാജാവായ സിപ്പോറിന്റെ പുത്രൻ ബാലാക്കിനേക്കാൾ നീ ശ്രേഷ്ഠനാണെന്നോ? എന്നെങ്കിലും അവൻ ഇസ്രായേലുമായി വഴക്കിടുകയും അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടോ? ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോന്റെ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 വർഷം താമസിച്ചിട്ടും എന്തുകൊണ്ട് അക്കാലത്ത് നിങ്ങൾ അവ തിരിച്ചു പിടിച്ചില്ല? ഞാൻ നിന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീയാകട്ടെ എന്നോട് യുദ്ധം ചെയ്യുക വഴി തിന്മ പ്രവർത്തിക്കുന്നു. ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയരുടെയും അമ്മോന്യരുടെയും മധ്യേ ഇന്ന് ന്യായം വിധിക്കട്ടെ. എന്നാൽ അമ്മോന്യ രാജാവിന് ജെഫ്ത അയച്ച സന്ദേശത്തിന് അവൻ ചെവി കൊടുത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ അരൂപി ജെഫ്തായുടെ മേൽ വന്നു. അവൻ ഗിലെയാദും മനാസയും കടന്നു. മിസ്പാത്ത് ഗിലെയാദും അവൻ കടന്നു. മിസ്പാത്ത് ഗിലെയാദിൽ നിന്ന് അവൻ അമ്മോന്യരെയും കടന്നുപോയി. ജെഫ്ത കർത്താവിന് ഒരു നേർച്ച നേർന്നുകൊണ്ട് പറഞ്ഞു, അങ്ങ് അമ്മോന്യരെ നിശ്ചയമായും എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ
ഞാൻ സുരക്ഷിതനായി അമ്മോന്യരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്നെ എതിരേൽക്കാൻ എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ നിന്ന് പുറത്തു വരുന്നതാരോ അവൻ കർത്താവിനുള്ളതായിരിക്കും. അവനെ ഹോമയാഗമായി ഞാൻ അർപ്പിക്കും. ജെഫ്ത അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ കടന്നു ചെല്ലുകയും കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അവൻ അരോവർ മുതൽ മിന്നത്ത് എത്തുന്നതുവരെയുള്ള 20 പട്ടണങ്ങളിലും ആവേൽ കെരാമീം വരെയും വളരെ വലിയ ആഘാതം ഏൽപ്പിച്ചു. അങ്ങനെ ഇസ്രായേലിയരുടെ മുമ്പിൽ അമ്മോന്യർ അപമാനിതരായി. ജെഫ്ത മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇതാ അവൻ്റെ മകൾ തപ്പുകളും നൃത്തച്ചുവടുകളുമായി അവനെ എതിരേൽക്കാൻ പുറത്തു വന്നു. അവൾ ഒരേ ഒരുവൾ ആയിരുന്നു. അവൾക്ക് പുറമെ അവന് മകളോ മകനോ ഉണ്ടായിരുന്നില്ല. അവളെ കണ്ട മാത്രയിൽ അവൻ തൻ്റെ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, ഹാ, നീ എന്നെ തീർത്തും തോൽപ്പിച്ചു കളഞ്ഞു. എൻ്റെ മകളെ, നീ എന്നെ ദുഃഖിപ്പിക്കുന്നവരിൽ പെട്ടിരിക്കുന്നു. കാരണം ഞാൻ കർത്താവിന് വാക്കു കൊടുത്തുപോയി, എനിക്ക് തിരിച്ചെടുക്കാനാവില്ല. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ പിതാവേ, അങ്ങ് കർത്താവിന് വാക്കു കൊടുത്തല്ലോ. നിന്റെ ശത്രുവായ അമ്മോന്യരോട് കർത്താവ് നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തു കഴിഞ്ഞ സ്ഥിതിക്ക് നിന്റെ വാഗ്ദാനമനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക. തുടർന്ന് അവൾ തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഒരു കാര്യം എനിക്ക് ചെയ്തു കിട്ടണമായിരുന്നു. ഞാനും എൻ്റെ സഖികളും മലകളിൽ കയറിയിറങ്ങി എൻ്റെ കന്യാത്വത്തെ പ്രതി വിലപിക്കേണ്ടതിന് 2 മാസത്തേക്ക് നീ എന്നെ തനിച്ചു വിട്ടാലും. അപ്പോൾ അവൻ പറഞ്ഞു, പോയിക്കൊള്ളുക. അവൻ അവളെ 2 മാസത്തേക്ക് വിട്ടയച്ചു. അവൾ സഖികളോടൊപ്പം മലകളിൽ പോയി തൻ്റെ കന്യാത്വത്തെ പ്രതി വിലപിച്ചു. 2 മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു. താൻ ചെയ്തിരുന്ന ശബ്ദമനുസരിച്ച് അവൻ അവളോട് പ്രവർത്തിച്ചു. അവൾ പുരുഷനെ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇസ്രായേലിൽ ഇത് ഒരു ആചാരമായി. വർഷത്തിൽ 4 ദിവസം ഗിലെയാദുകാരനായ ജെഫ്തായുടെ മകളെ പ്രതി വിലപിക്കാൻ കാലങ്ങൾ തോറും ഇസ്രായേൽ പുത്രിമാർ പോകുമായിരുന്നു. സുഭാഷിതങ്ങൾ 15-ാം അധ്യായം. സൗമ്യമായ മറുപടി ക്രോധം അകറ്റുന്നു, പരുഷമായ വചനം കോപം ഉയർത്തിവിടുന്നു. ജ്ഞാനികളുടെ ഭാഷ വിജ്ഞാനത്തെ ഉദാത്തവൽക്കരിക്കുന്നു. ഭോഷന്മാരുടെ വായ് വിഡ്ഢിത്തം പുലമ്പുന്നു. കർത്താവിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തുമുണ്ട്. ദുഷ്ടരെയും ശിഷ്ടരെയും അവ പരിശോധിക്കുന്നു. സുഖപ്പെടുത്തുന്ന നാവ് ജീവന്റെ വൃക്ഷമാണ്. അതിലുള്ള മാർഗഭ്രംശം ചൈതന്യ തകർച്ചയാണ്. വിഡ്ഢി തൻ്റെ പിതാവിൻ്റെ ഉപദേശം അവഗണിക്കുന്നു. ശാസനം പാലിക്കുന്നവൻ കുശാഗ്ര ബുദ്ധിയായി തീരുന്നു. നീതിമാന്റെ ഭവനം നിധി സമൃദ്ധമാണ്. ദുഷ്ടന്റെ ആദായം കൊണ്ട് പ്രശ്നമേ ഉള്ളൂ. ജ്ഞാനികളുടെ അധരങ്ങൾ വിജ്ഞാനം പരത്തുന്നു. ഭോഷരുടെ മനസ്സ് അങ്ങനെയല്ല. ദുഷ്ടരുടെ ബലി കർത്താവിന് മ്ലേച്ഛതയാണ്. ധർമ്മിഷ്ഠരുടെ പ്രാർത്ഥനയാണ് അവിടുത്തെ സംപ്രീതി. കർത്താവിന് മ്ലേച്ഛതയാണ് ദുഷ്ടന്റെ വഴി. നീതി പിന്തുടരുന്നവനെ അവിടുന്ന് സ്നേഹിക്കുന്നു. മാർഗം ഉപേക്ഷിക്കുന്നവന് ശിക്ഷണം ദുരിതമാണ്. ശാസനം വെറുക്കുന്നവൻ മരിക്കുന്നു. കർത്താവിന് മുമ്പിൽ പാതാളവും വിനാശസ്ഥലവും ഉണ്ട്. അപ്പോൾ പിന്നെ മനുഷ്യമക്കളുടെ ഹൃദയങ്ങൾ ഉണ്ടാകാതിരിക്കുമോ? തന്നെ ശാസിക്കുന്നവനെ പരിഹാസകന് ഇഷ്ടമല്ല. ജ്ഞാനികളുടെ പക്കലേക്ക് അവൻ പോകുന്നതേയില്ല. സന്തുഷ്ട ഹൃദയം മുഖം പ്രസന്നമാക്കുന്നു. ഹൃദയവ്യതയിൽ ചൈതന്യം സന്തപ്തമായിരിക്കും. ധിഷണാശാലിയുടെ മനസ്സ് വിജ്ഞാനം തേടുന്നു. ഭോഷന്മാരുടെ വദനം വിഡ്ഢിത്തം ആസ്വദിക്കുന്നു. പീഡിതന്റെ ദിനങ്ങളെല്ലാം മോശമാണ്, എന്നാൽ നല്ല ഹൃദയത്തിന് നിരന്തരം വിരുന്നുണ്ട്. കർത്തൃഭയത്തോടു കൂടിയ അല്പമാണ് വലിയ നിക്ഷേപത്തെയും അതിനാലുള്ള വിഭ്രമത്തെയും കാൾ മെച്ചം. സ്നേഹമുള്ളിടത്തെ സസ്യാഹാരമാണ് വെറുപ്പോടെയുള്ള കൊഴുത്ത കാളയേക്കാൾ മെച്ചം. ക്രുദ്ധനായ വ്യക്തി കലഹം ഇളക്കിവിടുന്നു. കോപവിമുഖൻ തർക്കം ശമിപ്പിക്കുന്നു. അലസന്റെ വഴി മുൾപ്പടർപ്പു വേലി പോലെയാണ്, എന്നാൽ പൊക്കിയൊരുക്കിയതാണ് ധർമ്മിഷ്ഠരുടെ മാർഗം. ജ്ഞാനിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു. ഭോഷനായ മനുഷ്യൻ തൻ്റെ അമ്മയെ നിന്ദിക്കുന്നു. ബുദ്ധിശൂന്യന് വിഡ്ഢിത്തം ആനന്ദമാണ്. വിവേകിയായ വ്യക്തി തൻ്റെ നടപ്പ് നേരെയാക്കുന്നു. കൂടിയാലോചനയില്ലാത്തപ്പോൾ പദ്ധതികൾ പാളുന്നു. ഉപദേഷ്ടാക്കളുടെ ബഹുത്വത്താൽ അവ നിലനിൽക്കുന്നു.
തൻ്റെ ആദരത്തിൻ്റെ ഉത്തരത്തിലാണ് ഒരുവന്റെ ആനന്ദം. യഥാസമയത്തെ വചനം എത്ര നന്ന്! താഴെയുള്ള പാതാളത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടതിന് ജീവന്റെ മാർഗം ബുദ്ധിമാന് മേലോട്ടുള്ളതാണ്. അഹങ്കാരികളുടെ ഭവനം കർത്താവ് നിലംപരിചാക്കുന്നു. വിധവയുടെ അതിർത്തി അവിടുന്ന് നിലനിർത്തുന്നു. അധർമ്മിയുടെ പദ്ധതികൾ കർത്താവിന് മ്ലേച്ഛതയാണ്. മോഹനോക്തികൾ ശുദ്ധങ്ങളാണ്. എങ്ങനെയും അന്യായ നേട്ടം ഉണ്ടാക്കുന്നവൻ സ്വഭവനത്തെ ദ്രോഹിക്കുന്നു. പാരിതോഷികങ്ങൾ വെറുക്കുന്നവൻ ജീവിക്കും. നീതിമാന്റെ മനസ്സ് പ്രത്യുത്തരിക്കാനായി ധ്യാനിക്കുന്നു. ദുഷ്ടരുടെ വായ് ദുഷ്കാര്യങ്ങൾ പുലമ്പുന്നു. കർത്താവ് ദുഷ്ടരിൽ നിന്ന് അകലെയാണ്. നീതിമാന്മാരുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നു. കണ്ണുകളുടെ ജ്യോതിസ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. സദ്വാർത്ത അസ്ഥി ബലിഷ്ഠമാക്കുന്നു. ജീവന്റെ ശാസനം കേൾക്കുന്ന കാത് ജ്ഞാനികൾക്കിടയിൽ പാർക്കും. ശിക്ഷണം അവഗണിക്കുന്നവൻ സ്വന്തം ജീവനെ ദ്രോഹിക്കുന്നു. ശാസനം ശ്രവിക്കുന്നവൻ പ്രബുദ്ധത നേടുന്നു. കർത്തൃഭയം ജ്ഞാന ശിക്ഷണമാണ്. വിനയമാണ് ബഹുമതിയുടെ മുന്നോടി. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ധനികനായ ഒരു മനുഷ്യന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് പരാതിയുണ്ടായി. അയാൾ അവനെ വിളിച്ചു ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു, യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷ യാചിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു. എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. അവൻ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തരെയായി അടുത്തു വിളിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എൻ്റെ യജമാനന് എന്തു കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണമെടുത്ത് പെട്ടെന്നിരുന്ന് 50 ബത്ത് എന്നെഴുതുക. അനന്തരം അവൻ മറ്റൊരുവനോട് ചോദിച്ചു, നീ എന്തു കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണമെടുത്ത് 80 കോർ എന്നെഴുതുക. ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചതിൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക മാമോനെ കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് ഇല്ലാതാകുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കേണ്ടതിനാണിത്. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അധാർമിക മാമോന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കും? മറ്റൊരുവന്റെ കാര്യത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും? ഒരു വൃത്തിന് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല. കാരണം ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ചേർന്ന് നിൽക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പണക്കുതിയന്മാരായ ഫരിസേയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പരിഹസിച്ചു. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്നു. കാരണം മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. നിയമത്തിലെ ഒരു പുള്ളി ഇല്ലാതാകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും മാറിപ്പോകുന്നതാണ് എളുപ്പം. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ.